മിസ് ഹോസ്റ്റ് ആക്കി ഒന്ന് തരുമോ? ആ എന്നെ മിസ്. ഓക്കെ, താങ്ക് യു മിസ്. ഹൈ സ്റ്റുഡൻസ്, നമ്മൾ 184 പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി എന്ന സിലബസ് ആണ് നോക്കുന്നത്. അതിൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ ഈ സിലബസിൽ എന്തൊക്കെയാണ് കവർ ചെയ്ത് പോയിട്ടുള്ള ടോപ്പിക്കുകളെന്നും പിന്നെ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ യൂണിറ്റും ഏതാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതില് നമുക്ക് ഈ ഒരു പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി എന്ന് പറഞ്ഞ ഈ സിലബസിൽ നമുക്ക് 3 ബ്ലോക്കുകളിലായിട്ട് 10 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ കവർ ചെയ്തത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എസെൻഷ്യൽ എപ്പിഡമോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത്. എന്താണ് എപ്പിഡമോളജിയും അതുപോലെ തന്നെ എന്താണ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്, ഒരു ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൽ 4 യൂണിറ്റ്സുകളാണ് നമുക്ക് ഉള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് എപ്പിഡമോളജി, സെക്കൻഡ് യൂണിറ്റ് ആണ് പബ്ലിക് ഹെൽത്ത്, ദെൻ തേർഡ് യൂണിറ്റ് ആണ് എൻവയോൺമെന്റൽ ഹെൽത്ത്, ദെൻ ഫോർത്ത് എപ്പിഡമോളജി ഓഫ് ഡിസീസസ്. ഇങ്ങനെ 4 യൂണിറ്റുകളാണ് ഉള്ളത്. അതിൽ ബേസിക് ആയിട്ടുള്ള എപ്പിഡമോളജീസ്, അതായത് രോഗങ്ങളെ കുറിച്ചിട്ടും അതിന്റെ സർവേ അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നതും ആ ഒരു തുടക്കമാണ്, ഒറിജിൻസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ പറയണത്. പിന്നെ നമ്മുടെ പബ്ലിക് ഹെൽത്ത്, പൊതു ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ഇതും അത് നടപ്പിലാക്കാനുള്ള സർവീസുകൾ മെത്തേഡ്സുകളൊക്കെ എന്താണെന്നാണ് പറയുന്നത്. എൻവയോൺമെന്റൽ ഹെൽത്ത്, നമുക്ക് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ സബ് ഡിവിഷൻസുകൾ, ടോപ്പിക്കുകൾ, സബ് ഡിവിഷൻസുകൾ എന്താണെന്ന് നോക്കാം. ഈ എപ്പിഡമോളജീസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ബ്ലോക്കിലാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എപ്പിഡമോളജി എന്ന് പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ എപ്പിഡമോളജിയുടെ ഹിസ്റ്ററി, ചരിത്രം എന്താണെന്നും എങ്ങനെയാണ് എപ്പിഡമോളജി എഴുതുന്നത്, ടൈപ്പ് ഓഫ് സ്റ്റഡീസ് ഡിസൈൻസ് ആണ് ഉള്ളത്. നമുക്ക് 2 തരം സ്റ്റഡി ഡിസൈൻസ് ആണ് ഉള്ളത്. ഒന്ന് ഒബ്സർവേഷണൽ സ്റ്റഡീസും അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ സ്റ്റഡീസും. ഈ ഒബ്സർവേഷണൽ സ്റ്റഡീസിനെ തന്നെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസും അതുപോലെ തന്നെ അനലിറ്റിക്കൽ സ്റ്റഡീസും. ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കേസ് റിപ്പോർട്ടും അതുപോലെ തന്നെ കേസ് സീരീസും. അതുപോലെ അനലിറ്റിക്കൽ സ്റ്റഡീനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എക്കോളജിക്കൽ സ്റ്റഡീസ്, അതുപോലെ തന്നെ കേസ് കൺട്രോൾ സ്റ്റഡീസ്, അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ സ്റ്റഡീസും, അതുപോലെ കോഹററ്റ് ഷോർട്ട് സ്റ്റഡീസും. ഇങ്ങനെ 4 ഡിവിഷനാണ് അനലിറ്റിക്കൽ സ്റ്റഡീസ്. ഇത് ഒബ്സർവേഷണൽ സ്റ്റഡീസ്, അതായത് നിരീക്ഷണ പഠനത്തിലൂടെ നടപ്പിലാക്കുന്ന എപ്പിഡമോളജി, രോഗവിവരണങ്ങളെ കണ്ടെത്തുന്ന ഒരു സർവേ മെത്തേഡാണ്. നമ്മൾ എപ്പിഡമോളജി എഴുതുന്നതിന് ഉപയോഗിക്കുന്ന രീതികളാണ്. അതിൽ ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആണ് ആദ്യം പറഞ്ഞത്, നിരീക്ഷണപരമായിട്ടുള്ള പഠനം. അതിൽ രണ്ടായിട്ടുണ്ട്, ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കും. രണ്ടാമത്തെയാണ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ്, അതായത് നമ്മൾ പരീക്ഷണം ചെയ്തിട്ട് നടത്തുന്ന എപ്പിഡമോളജി, പരീക്ഷണം ചെയ്തിട്ട് നടത്തുന്ന കാര്യങ്ങൾ. അത് തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, റാൻഡമൈസ്ഡ് സ്റ്റഡീസും നോൺ റാൻഡമൈസ്ഡ് സ്റ്റഡീസും. ഈ റാൻഡമൈസ്ഡ് സ്റ്റഡീസിനെ തന്നെ റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ സ്റ്റഡീസ്, അതായത് നമ്മൾ ട്രയൽ ചെയ്തിട്ടൊക്കെ ഓരോ എപ്പിഡമോളജീസ് രോഗങ്ങളെ കുറിച്ച് ട്രയൽ ചെയ്തിട്ട് ക്ലിനിക്കൽ പരമായിട്ട് കണ്ടെത്തി എഴുതുന്നതും. അതുപോലെ തന്നെ ഫീൽഡ് ട്രയൽസ്, അതായത് ഫീൽഡിൽ ഇറങ്ങി ചെന്നിട്ട്, അതായത് ഒരു പ്രദേശത്ത് ഇറങ്ങി ചെന്നിട്ട് പഠിക്കുന്നതും. പിന്നെ ഒന്ന് കമ്മ്യൂണിറ്റി ട്രയൽസ്, ഒരു സമുദായം അല്ലെങ്കിൽ ഒരു ഫുൾ കമ്മ്യൂണിറ്റീനെ കവർ ചെയ്തിട്ട് പഠിക്കുന്നതാണ് ഏത് റാൻഡമൈസ്ഡ് സ്റ്റഡീസ്. അതായത് എക്സ്പെരിമെന്റ്, പരീക്ഷണത്തിലൂടെയാണ്, അവിടെ നേരിട്ട് കണ്ടെത്തി നിരീക്ഷിച്ചിട്ടാണ്, അവിടെ പരീക്ഷണം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അടുത്തതാണ് നോൺ റാൻഡമൈസ്ഡ് സ്റ്റഡീസ്. അത് അൺകൺട്രോൾഡ് ട്രയൽസ് ഉണ്ട്, നാച്ചുറൽ ട്രയൽസ് ഉണ്ട്, അതുപോലെ ഇന്റർവെൻഷൻ സ്റ്റഡീസ് വിത്തൗട്ട് കൺട്രോൾ എന്ന് പറഞ്ഞതും, പ്രീ ആൻഡ് പോസ്റ്റ് ഇന്റർവെൻഷണൽ സ്റ്റഡീസും, ക്രോസ് കവർ ഇന്റർവെൻഷണൽ സ്റ്റഡീസും. അങ്ങനെ നോൺ റാൻഡമൈസ്ഡ് സ്റ്റഡീസുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്.
ഇനി ഈ യൂണിറ്റിൽ റിസ്ക് എസ്റ്റിമേഷൻ അതുപോലെ കാഷ്വൽ ഇൻഫറൻസ് ഒക്കെ കൂടി ഈ ഒരു അധ്യായത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ എന്താണ് എപ്പിഡമോളജി, അതിന്റെ ചരിത്രത്തെ കുറിച്ചും അതിന്റെ ഒറിജിനെ കുറിച്ചും അതെങ്ങനെയാണ് എഴുതുന്ന മെത്തേഡുകളെ കുറിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് പബ്ലിക്കൽ ഹെൽത്ത്, എന്താണ് പൊതു ആരോഗ്യം എന്ന് പറഞ്ഞ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും വാട്ട് ഈസ് എ പബ്ലിക്കൽ ഹെൽത്ത് എന്താണെന്നും അതുപോലെ തന്നെ പബ്ലിക്കൽ ഹെൽത്തിന്റെ ഒരു ഡെഫിനേഷനും നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. പബ്ലിക്കൽ ഹെൽത്തിന്റെ ഡെഫിനേഷനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക്കൽ ഹെൽത്തും മെഡിക്കൽ കെയേഴ്സും രണ്ടാണ്. പൊതു ആരോഗ്യം അതുപോലെ തന്നെ പൊതു ആരോഗ്യത്തിന് ഇതിന് വേണ്ടിയിട്ട് മെഡിക്കൽ കെയേഴ്സും എന്താണെന്നും ആ പബ്ലിക്കൽ ഹെൽത്തിന്റെ ഒറിജിനും ആ ഡെവലപ്മെന്റും എന്ന് തൊട്ടാണ് ഇത് ആരംഭിക്കുന്നതും അതിന്റെ വികസനം എന്നൊക്കെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. അതിന് കോർ ഡിസിപ്ലിൻസ് ഓഫ് പബ്ലിക്കൽ സയൻസ്, അതായത് കോർ ഡിസിപ്ലിൻസ് ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക്കൽ ഹെൽത്തുമായിട്ടുള്ള കോർ ഡിസിപ്ലിൻസ് ശാഖകൾ ഏതൊക്കെയാണ് അതൊക്കെ ഏതാണെന്ന് വെച്ചാൽ എപ്പിഡമോളജി ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്, എൻവയോൺമെന്റൽ ഹെൽത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ട്, ബിഹേവിയർ സയൻസ് ഉണ്ട്, ഹെൽത്ത് സർവീസ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, ബയോസ്റ്റാറ്റിക്സ് ഉണ്ട്, ഹെൽത്ത് എക്കണോമിക്സ്, ഡെമോഗ്രഫി. ഇതൊക്കെയാണ് കോർ ഡിസിപ്ലിൻ ഓഫ് പബ്ലിക്കൽ ഹെൽത്ത് ആയിട്ട് വരുന്നത്. നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആണ് ഇവിടെ പറയുന്നത്. അതിൽ പബ്ലിക് ഹെൽത്തിന്റെ അപ്രോച്ചസുകളും അവരുടെ ഫങ്ഷൻസുകളും പിന്നെ ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്ന പബ്ലിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ അതെന്തൊക്കെയാണെന്നും ഈ ഒരു അധ്യായത്തിലാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഒരു പബ്ലിക്കൽ ഹെൽത്തിന്റെ ഓവർവ്യൂ ഈ ഒരു അധ്യായത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആയെന്ന് വെച്ചു. ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ്. മൂന്നാമത്തെ യൂണിറ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ എൻവയോൺമെന്റൽ ഹെൽത്ത്, പരിസ്ഥിതി ആരോഗ്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഡെഫിനേഷനും എൻവയോൺമെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ എൻവയോൺമെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസും എന്തൊക്കെയാണെന്നാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ അത് അധ്യായം ഇനി ദിവസം ഒന്ന് വായിച്ചു നോക്കിയാൽ വേഗം മനസ്സിലാവുന്ന ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ. ദെൻ എന്തൊക്കെയാണ് ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ്, നമ്മുടെ ലോകത്ത് നടക്കുന്ന ഡിസീസസിന്റെ ഗ്ലോബൽ ബേർഡൻസുകൾ എന്തൊക്കെ ബേർഡൻ നമുക്ക് പോരായ്മകൾ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഉള്ളത് എന്നതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിറ്റർമിൻ ദി ഹെൽത്ത്, ആരോഗ്യത്തിനെ കുറിച്ചിട്ട് ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ഉണ്ട്. അതായത് ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ആജന്റ് ഓഫ് വാട്ടർ, എയർ ആൻഡ് ഫുഡ് ആൻഡ് ലാൻഡ് റിസോഴ്സസ്. ഇവരൊക്കെ അതായത് വെള്ളം, വായു, ഭക്ഷണം അല്ലെങ്കിൽ മറ്റുള്ള പ്രകൃതി സ്രോതസ്സുകൾ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബയോളജിക്കൽ, കെമിക്കൽ ഓർ ഫിസിക്കൽസ് എഫക്ട്സുകൾ എന്തൊക്കെയാണ് അത് നല്ലവണ്ണം പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഈ ഒരു അധ്യായത്തിൽ. അതിൽ ആദ്യത്തില് എഫക്ട് ഓഫ് ബയോളജിക്കൽ, കെമിക്കൽ ഏജന്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ നമുക്ക് വാട്ടറുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ എയറുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അതിലാണ് എയർ പൊല്യൂഷൻസുകളും എല്ലാ പൊല്യൂഷൻസുകളും മലിനീകരണത്തിനെ കുറിച്ചിട്ടൊക്കെ പറയണത്. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഫുഡ് റിസോഴ്സസുമായിട്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ലാൻഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ദെൻ അതുപോലെ തന്നെ എക്കോളജിക്കൽ മോഡൽ ഓഫ് ദി പബ്ലിക് പോപ്പുലേഷൻ ഹെൽത്ത്, അതായത് എക്കോളജിക്കൽ മോഡൽ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത്, നമ്മുടെ ജനസംഖ്യയിൽ കൂടുന്തോറും ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് എക്കോളജിക്കൽ മോഡൽസ്, അതായത് പ്രകൃതിയോട് അനുയോജ്യമായിട്ടുള്ള മോഡൽസുകളൊക്കെ എന്തൊക്കെയാണെന്നും ഈ ഒരു അധ്യായത്തിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലീഗൽ ഫ്രെയിം വർക്ക്, അതായത് ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പോളിസികളും പ്രാക്ടീസുകളും ഒക്കെ അതിലാണ് നമ്മൾ ഹെൽത്ത് മിഷൻ പോളിസികള്, പബ്ലിക്കൽ ഹെൽത്ത് സർവീസുകൾ, അതുപോലെ തന്നെ ഹെൽത്ത് പോളിസികൾ, പ്ലാൻസുകൾ, പ്രോഗ്രാംസുകൾ ഇതൊക്കെ ഈ ഒരു അധ്യായത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻവയോൺമെന്റൽ ഹെൽത്ത് ഈ ഒരു അധ്യായം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ ഒരു അധ്യായത്തിൽ നല്ലൊരു ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ്
എപ്പിഡമോളജി ഓഫ് ഡിസീസസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമുക്കറിയാം എപ്പിഡമോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗങ്ങളാണ്. ആ രോഗങ്ങളുമായിട്ട് ഡിസീസസുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതില് കുറെ രോഗങ്ങൾ, അതായത് എറ്റിനോളജി ഓഫ് ക്രോണിക്കൽ ഡിസീസസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എക്കോളജിക്കൽ സ്റ്റഡി, കേസ് കൺട്രോൾ, കൊറിയൻ സ്റ്റഡീസ്, റാൻഡമിക് കൺട്രോൾ, ഫീൽഡ് ട്രിപ്സ്, കമ്മ്യൂണിറ്റി ട്രയൽസ്, നാസൽ, ഇതിന്റെ ഒക്കെ ഫലമായിട്ട് നമ്മൾ എപ്പിഡമോളജി ഓഫ് ഡിസീസസിൽ എന്തൊക്കെ രോഗങ്ങളൊക്കെ എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ ഈ ഒരു ഡെഫിനേഷൻ, ഇവരുടെ ഓരോ രീതിയിലുമുള്ള ഡെഫിനേഷൻസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഇൻഫെക്ഷണൽ ഡിസീസസ്, എപ്പിഡമോളജി ഇൻഫെക്ഷണൽ ഡിസീസസുകൾ ഏതൊക്കെയാണെന്നും അവരുടെ ഇമ്പോർട്ടൻസുകളൊക്കെയാണെന്നും ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. ഇതിലെ ഡിസീസസുകളെ, അതായത് രോഗങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ബുക്കിലെ ഇനി നമുക്ക് ഈ ബുക്കിലെ രണ്ടാമത്തെ ബ്ലോക്കിൽ 5ാമത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് ആണ്. 5ാമത്തെ യൂണിറ്റ്, അതായത് ഇത് 2ാമത്തെ ബ്ലോക്കാണ്. ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ്, അതായത് സാമൂഹ്യപരമായിട്ടുള്ള ഘടകങ്ങൾ ആരോഗ്യത്തിനെയും അതുപോലെ തന്നെ ഇൽനെസ്സിനെയും, രോഗത്തിനെയും ഇത് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹെൽത്ത്, ആരോഗ്യത്തിന്റെ ഒരു ഡെഫിനേഷനും അതുപോലെ തന്നെ ഹെൽത്ത് ഡിസ്പാരിറ്റി ഓഫ് ഹെൽത്ത് ഔട്ട്കം ഓർ ഹെൽത്ത് ഇൻഇക്വാലിറ്റി, ഇതിനെ കുറിച്ചിട്ട് എന്താണ് ഹെൽത്ത് ഡിസ്പാരിറ്റിയും അതുപോലത്തെ ഹെൽത്ത് ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താ, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാലൊക്കെ എന്താണെന്നുള്ളൊരു ഡെഫിനേഷൻസും ഈ ഒരു അധ്യായത്തിലാണ് പഠിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ദി ഹെൽത്ത്, അതായത് സാമൂഹ്യപരമായിട്ട് നമ്മൾ എന്നൊരു ആരോഗ്യത്തിന് ഒരു നിർവചനം കൊടുക്കുന്നതും ഈ ഒരു അധ്യായത്തിലാണ്. അതിലാണ് നമ്മൾ കമ്മീഷൻ ഓഫ് സോഷ്യൽ ഡിറ്റർമിനൻസ് പഠിക്കുന്നത്. കുറെ കമ്മീഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ട് പഠിക്കും. പിന്നെ കൾച്ചറൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹെൽത്ത്, സോഷ്യൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹെൽത്ത് കഴിഞ്ഞിട്ട് പിന്നെ സാംസ്കാരികപരമായിട്ടുള്ള ഹെൽത്തിന്, ആരോഗ്യത്തിനെ കുറിച്ചിട്ടുള്ള ഡെഫിനേഷൻ ആണ് പറയുന്നത്. പിന്നെ പഠിക്കുന്നത് ജെൻഡർ ആൻഡ് ഹെൽത്ത്, ലിംഗവും അതുപോലെ തന്നെ ആരോഗ്യവും തമ്മിലുള്ളൊരു ഇത്. അതിൽ ജെൻഡർ ഈക്വാലിറ്റി റിലേഷൻഷിപ്പ്, ജെൻഡർ എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സാമൂഹ്യപരമായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ജെൻഡർ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആരോഗ്യങ്ങൾ എന്താണ്. പിന്നെ പഠിക്കുന്നത് ബിഹേവിയർ ഡിറ്റർമിൻസ് ഓഫ് ഹെൽത്ത്, പിന്നെ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആരോഗ്യത്തിന്റെ ഡെഫിനേഷനും അതുപോലെ തന്നെ എക്കണോമിക്കൽ ഡിറ്റർമിൻസ് ഓഫ് ഹെൽത്ത്, സാമ്പത്തികപരമായിട്ടും ആരോഗ്യത്തിനെ ഇങ്ങനെ സ്വാധീനിക്കുന്നു. ഈ ഒരു മേഖല സോഷ്യൽ, കൾച്ചറൽ, ജെൻഡർ, ബിഹേവിയർ ഓർ എക്കണോമിക്കൽ, ഇതൊക്കെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഡെഫിനേഷൻസുകളാണ് പറയുന്നത്. അതിൽ എക്കണോമിക്കൽ ഡിറ്റർമിൻസ് ഓഫ് ഹെൽത്തിലാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് പഠിക്കുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പഠിക്കുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ പിന്നെ ഈ ഒരു ഫസ്റ്റ് നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിലെ 6ാമത്തെ ചാപ്റ്റർ തിയറി ആൻഡ് മെത്തേഡ് ഓഫ് പബ്ലിക് ഹെൽത്ത്, തിയറീസും മെത്തേഡ്സുകളുമാണ് ഈ ഒരു അധ്യായത്തിൽ നോക്കുന്നത്. അതിൽ ആദ്യത്തെ നമ്മൾ പഠിക്കുന്നത് ഹെൽത്ത് ബിഹേവിയർ ആൻഡ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ആദ്യം പഠിക്കുന്നത് ആരോഗ്യ പെരുമാറ്റത്തിന്റെയും അതിന്റെ ക്ലാസിഫിക്കേഷനും വിഭാഗങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഹെൽത്ത് ബിഹേവിയറിനുള്ള ഡെഫിനേഷനും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെൽത്ത് ബിഹേവിയർ കൊടുക്കുന്നുണ്ട്, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹെൽത്ത് ബിഹേവിയറിന്റെ കുറെ സ്വഭാവ സവിശേഷതകളും കൊടുക്കുന്നുണ്ട്. അതിൽ ഹെൽത്ത് ബിഹേവിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേർഡ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നോളേജ്, വാല്യൂ, ആറ്റിറ്റ്യൂഡ്, ബിലീഫ്സ്, ഇതൊക്കെ എന്താണ്, ഇവർ തമ്മിലുള്ള റിലേഷൻസ്, അതായത് ഹെൽത്ത് ബിഹേവിയറുമായിട്ട് നോളേജിനും വാല്യൂവിനും ആറ്റിറ്റ്യൂഡിനും അതുപോലെ തന്നെ ബിലീഫിനും എന്തൊക്കെ സ്വാധീനങ്ങൾ എന്നും ആണ് ഈ ഇതിൽ പഠിക്കുന്നത്. അത് ഹെൽത്ത് ബിഹേവിയർ. ഇനി ഹെൽത്ത് ബിഹേവിയറിന്റെ തിയറീസും മോഡൽസും ആണ് പിന്നത്തെ ഒരു ടോപ്പിക്. ഹെൽത്ത് ബിലീഫ്സ് മോഡൽസുകൾ ഉണ്ട്, അതുപോലെ തന്നെ തിയറീസ് ആണ്. തിയറീസിൽ ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് തിയറി ഓഫ് റീസണേഡ് ആക്ഷൻ തിയറി ഉണ്ട്. ഹെൽത്ത് ബിഹേവിയറുമായിട്ട് ഒരു ആദ്യത്തെ തിയറിയാണ് റീസണഡ് ആക്ഷൻ തിയറി, അതുപോലെ തന്നെ പ്ലാനഡ് ബിഹേവിയർ തിയറി, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ബിഹേവിയർ മോഡൽ തിയറി. അങ്ങനെ 3 തിയറീസ് ആണ്. ഒന്ന് തിയറി ഓഫ് റീസണേഡ് ആക്ഷൻ, തിയറി ഓഫ് പ്ലാനഡ് ബിഹേവിയർ, അതുപോലെ തന്നെ തിയറി ഓഫ് ഇന്റഗ്രേറ്റഡ് ബിഹേവിയർ
മോഡൽസ്. പിന്നെ ഇതിലാണ് നമ്മൾ എന്തത് റാൻ തിയറിറ്റിക്കൽ മോഡലും അതിന്റെ സ്റ്റേജസും. ട്രാൻസ് തിയറിറ്റിക്കൽ മോഡലും ആൻഡ് സ്റ്റേജ് ഓഫ് ഇത്. പിന്നെ വേറൊരു ഇന്റർപേഴ്സണൽ ബിഹേവിയർ തിയറിയാണ്. ഇത് നമ്മൾ ഇൻഡിവിജ്വൽ ഹെൽത്ത് തിയറി പറഞ്ഞപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഇന്റർപേഴ്സണൽ തിയറിയാണ് പറയുന്നത്. ഇന്റർപേഴ്സണൽ തിയറിയിൽ സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി, ബുദ്ധിപരമായിട്ടുള്ള നീങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് സോഷ്യൽ കൊഗ്നിറ്റീവ് തിയറി എന്ന്. അതും അതിലെ സോഷ്യൽ നെറ്റ്വർക്ക്, അത് സോഷ്യൽ സപ്പോർട്ട് മോഡൽസും, അതുപോലെ തന്നെ സ്ട്രെസ്, കോപ്പിംഗ് ആൻഡ് ഹെൽത്ത് ബിഹേവിയർ മോഡൽസും, ഇതൊക്കെ നമ്മൾ എന്ത് ഇന്റർപേഴ്സണൽ ബിഹേവിയർ തിയറീസിലാണ് നോക്കുന്നത്. പിന്നെ നോക്കുന്നത് കമ്മ്യൂണിറ്റി ആൻഡ് ഗ്രൂപ്പ് മോഡൽ തിയറി. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മോഡൽ ബിഹേവിയർ തിയറി, ആ തിയറിയിൽ എന്താണെന്നും കൂടിയാണ് നോക്കുന്നത്. ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ, അതായത് 6ാമത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കുന്നത്. ദെൻ അടുത്തതാണ് 7ാമത്തെ, അതായത് നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിൽ തന്നെയാണ് 7ാമത്തെ അധ്യായം. ദ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാം ബൈ ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് NGOs. അതായത് നമുക്കറിയാം ഹെൽത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ എന്തെല്ലാമാണെന്നും, അതുപോലെ തന്നെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിൽ എന്തെല്ലാം പദ്ധതികളൊക്കെയാണ്, പ്രോഗ്രാംസുകളാണ് പബ്ലിക്കൽ ഹെൽത്തിന് അല്ലെങ്കിൽ എപ്പിഡമോളജി എന്ന് പറഞ്ഞ ഇതിനൊക്കെ വേണ്ടിയിട്ട്, പബ്ലിക്കൽ കെയറിനും ഒക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ ഇതാണ് ചെയ്തത്, അതാണ് ഈ ഒരു അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യയുടെ ഒരു ഇൻട്രൊഡക്ഷൻസ്, ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം എന്താണെന്നും, അതുപോലെ തന്നെ ഹെൽത്ത് കെയറിന്റെ ബേസിക് കൺസെപ്റ്റ്, ഹെൽത്ത് കെയർ എന്താണ്, പബ്ലിക്കൽ ഹെൽത്ത് എന്താണ്, മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹെൽത്ത് കെയർ എന്താണ്, അതുപോലെ തന്നെ ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ എന്താണ്, പിന്നെ കമ്പോണൻസ് ഓഫ് എഫക്റ്റീവ് ഹെൽത്ത് കെയർ സിസ്റ്റം, ഒരു നല്ല ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ടാക്കാനുള്ള കമ്പോണൻസുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ നോക്കണം. പിന്നെ ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റംസുകൾ എന്തൊക്കെയാണെന്ന്, പ്രോഗ്രാംസുകൾ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യൻ ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾ ഏതൊക്കെയാണ്? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ, ഇന്ത്യയില് ആരോഗ്യത്തിന് നടപ്പിലാക്കിയിട്ടുള്ള നാഷണൽ പ്രോഗ്രാംസുകൾ, അതിൽ നിരവധി പ്രോഗ്രാംസുകൾ ഉണ്ട്. അതിൽ ആദ്യത്തെ പ്രോഗ്രാം ആണ് ഏത്? നാഷണൽ വിക്ടർ ബോൺ ഡിസീസസ് കൺട്രോൾ പ്രോഗ്രാം, അതുപോലെ തന്നെ നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാംസ്. ഇതിന്റെ ഒക്കെ ഫുൾ ഫോംസുകൾ പോലെ രീതിയിൽ പഠിക്കണം കേട്ടോ. കാരണം നമുക്ക് ഷോർട്ട് നോട്ടൊക്കെ എഴുതാൻ വരുമ്പോൾ ഈ ഷോർട്ട് ആക്കിയിട്ടാണ് ഈ വേർഡുകൾ കൊടുക്കുള്ളൂ. അതായത് NVBD-CP എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പൊ അതിന് എന്താണ് നാഷണൽ വിക്ടർ ബോൺ ഡിസീസസ് കൺട്രോൾ പ്രോഗ്രാം, അതുപോലെ തന്നെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ്, the national program of prevention and control cancer, diabetes, cardiovascular diseases and strokes, ഇതിനുള്ള പ്രോഗ്രാംസുകൾ. പിന്നെ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസുകൾ, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ ആൻഡ് ന്യൂട്രൽ ചൈൽഡ് ഹെൽത്ത് അഡോൾസൻസ് പ്രോഗ്രാംസുകൾ ഇതാണെന്ന്. പിന്നെ നാഷണൽ ഹെൽത്ത് മിഷൻസ്, NHM എന്ന് പറഞ്ഞ നാഷണൽ ഹെൽത്ത് മിഷൻ പ്രോഗ്രാംസ്. ഇതൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റംസുകളാണ്. ആ ഒരു 9 എണ്ണം എന്താണെന്ന് പഠിക്കാം. അതുപോലെ തന്നെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ സെക്ടേഴ്സ്, അതായത് ഇന്ത്യയിലെ NGOs എന്ത് NGOസും എന്ത് നടത്തുന്നുണ്ട്. അതായത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ സെക്ടേഴ്സുകൾ ഹെൽത്ത് പ്രോഗ്രാംസുകൾ നടത്തുന്നത്. അതിലാണ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എന്താണ് NGOs, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ഹെൽത്ത് സിസ്റ്റംസിൽ അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താ, ഹെൽത്ത് ആക്ടിവിറ്റീസുകൾ എന്താണ്, ഹെൽത്ത് കെയർ സിസ്റ്റംസും അതിന്റെ അവരുടെ ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്നാണ് ഈ ഒരു അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂള്. ദെൻ നമ്മുടെ തേർഡ് ബ്ലോക്ക്, അവസാനത്തെ ബ്ലോക്ക് ആണ് ഉള്ളത്. ഈ അവസാനത്തെ ബ്ലോക്കിൽ
8ാമത്തെ ചാപ്റ്റർ ആണ്. ഇവിടെ നമ്മൾ എപ്പിഡമോളജിയും ഹെൽത്തും ഒന്ന് മാറി ചിന്തിക്കുകയാണ്. കാരണം ഇവിടെ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവേകളും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു ഒരു മാത്സിന്റെ ഒരു ടച്ച് ആണ് ഇവിടെ. ഇത് നമ്മൾ റിസർച്ച് മെത്തേഡുകൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിലേക്ക് പോവുകയാണ്. അതായത് ഇപ്പൊ നടത്തുന്ന ഹെൽത്ത് പ്രോഗ്രാമിന്റെയോ അല്ലെങ്കിൽ എപ്പിഡമോളജിയുടെയൊക്കെയോ സർവേകൾ ഉണ്ടാവുമല്ലോ, ഗവേഷണങ്ങൾ, രീതികൾ, ഇവരെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നത്, ആ ഒരു രീതിയെ കുറിച്ചിട്ടാണ് ഈ 3ാമത്തെ ബ്ലോക്കിൽ പറയുന്നത്. അല്ലെ 8ാമത്തെ ചാപ്റ്റർ തന്നെ എന്താണ്, റിസർച്ച് മെത്തേഡ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്നാണ് പറയുന്നത്. അല്ല ഇതില് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾസ് ആണ് ആദ്യം എടുക്കുക. അതിൽ സാമ്പിളില് റാൻഡം സാമ്പിൾസ് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഈ റാൻഡം സാമ്പിളിൽ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിൾസ്, സിസ്റ്റമാറ്റിക്കൽ സാമ്പിൾസ്, ക്ലസ്റ്റർ സാമ്പിൾസ്, മൾട്ടി സ്റ്റേജിൽ സാമ്പിൾസ്, അങ്ങനെ റാൻഡം സാമ്പിൾസുകൾ എടുക്കും. പിന്നെ നോൺ റാൻഡം സാമ്പിൾസ്, പിന്നെ കേസ് കൺട്രോൾ സ്റ്റഡീസ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ്, സ്റ്റാറ്റിക്സ്, ഇങ്ങനെ ഒരു മെത്തേഡ്സുമാണ് പോകുന്നത്. പിന്നെ മെഷർമെന്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, നമ്മൾ ഈ കണ്ടെത്തിയിട്ടുള്ള മെത്തേഡുകളെ 3 രീതിയിൽ സെൻട്രൽ ടെൻഡൻസിയിലേക്ക് മാറ്റണം. മീൻ, മീഡിയം, മോഡ്. ഇതിൽ മീൻ എന്താണെന്നാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ കണ്ടെത്തിയ വിവരങ്ങളെ നമ്മൾ എന്ത് സെൻട്രൽ ടെൻഡൻസിയിലേക്ക് മാറ്റണം. മീൻ, മീഡിയം, മോഡ്. അതിൽ മെഷർമെന്റ് ഓഫ് വാരിയബിലിറ്റികൾ ഉണ്ട്. അതിൽ റേഞ്ച് ഉണ്ട്, അവയർനെസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, തിക്നെസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യൂരിറ്റിക് കോഴ്സസ് എന്ന് പറഞ്ഞത്. പിന്നെ ടെസ്റ്റ് സിഗ്നിഫിക്കൻസ് ആണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ കണ്ടെത്തിയ വിവരങ്ങളെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിലേക്ക് മാറ്റുന്ന ചാപ്റ്റർ ആണ് ഇത്, എപ്പിഡമോളജി ആൻഡ്. അതിന് ഒരു മാത്സിലേക്കുള്ള ടച്ച് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ദെൻ അടുത്ത 9ാമത്തെ അധ്യായം, അതായത് 9ാമത്തെ യൂണിറ്റിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഡാറ്റ അനാലിസിസ് ആണ് നടത്തുന്നത്. അതായത് കണ്ടെത്തിയ വിവരങ്ങളെ ഡാറ്റ അനാലിസിസ് ചെയ്യണം. ഇത് നമുക്ക് ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അതായത് എക്സലിൽ ഒരു ഫയലൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതിലെങ്ങനെ എഡിറ്റ് ചെയ്യും, അതെങ്ങനെ സേവ് ചെയ്യും, അതെങ്ങനെ പെർഫോം ചെയ്യും എന്നൊക്കെയാണ് ഇവിടെ ഒരു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് എപ്പിഡമോളജി നമ്മൾ കണ്ടെത്തിയ വിവരങ്ങളെ എങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അനാലിസിസ് നടത്തും, അതിന് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അതായത് ക്രിയേറ്റിംഗ് ഡാറ്റ ഫയൽ എക്സൽ, അതായത് എക്സൽ നമ്മൾ എക്സലില് ഒരു ഡാറ്റ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ എക്സൽ ഷീറ്റിൽ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യും, ഒരു എക്സലില് നമ്മളൊരു ഗ്രാഫിക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എക്സൽ, മൈക്രോസോഫ്റ്റ് എക്സൽ ആണ് ഇവിടെ വരുന്നത്. ഈ എക്സൽ എങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളാണ് ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അധ്യായമാണ് 9ാമത്തെ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റത്തെ ഈ ഒരു സിലബസിലെ ലാസ്റ്റത്തെ യൂണിറ്റ് ആണ് ഏതാ? അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് നമ്മൾ കണ്ടെത്തിയ വിവരങ്ങളൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് മാറ്റണം. ഇപ്പൊ ഈ അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ചിക് സ്ക്വയർ ടെസ്റ്റ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ചിക് സ്ക്വയർ ടെസ്റ്റ് അസോസിയേഷൻ, അതുപോലെ തന്നെ അസോസിയേഷൻ റിലേറ്റഡ് മെഷർ, ലീനിയർ റിഗ്രഷൻ, പിന്നെ അനാലിസിസ് ഓഫ് വേരിയൻസ്, അതിനെ ANOVA എന്നാണ് പറയുന്നത്, അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇങ്ങനെ അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മേഖലയാണ്, ഒരു മാത്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു റിസർച്ച് മെത്തഡോളജിനെ എങ്ങനെയൊക്കെ മാറ്റാം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എപ്പിഡമോളജിയും പബ്ലിക് ഹെൽത്തുമായി ഒരു ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ 3ാമത്തെ ബ്ലോക്കിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ സിലബസ്. ഒന്നും കൂടി ഞാൻ സിലബസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലൊന്ന് നോക്കാം. ഈ 3 ബ്ലോക്കുകളിലായിട്ടാണ് നമുക്ക് ഇങ്ങനെ എടുക്കുന്നത്. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് 1ാമത്തെയും 2ാമത്തെയും ബ്ലോക്കാണ്. 1ാമത്തെ ബ്ലോക്കിൽ എപ്പിഡമോളജി എന്താണെന്ന്, പബ്ലിക് ഹെൽത്ത് എന്താണ്, എപ്പിഡമോളജിക്കൽ ഡിസീസസുകൾ എന്താണെന്നും, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഹെൽത്ത്. ഇതാണ് കറക്റ്റ് നമ്മുടെ സിലബസിന്റെ ഒരു അധ്യായം. പിന്നത്തെ ഒരു 2ാമത്തെ ബ്ലോക്കിൽ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുന്ന ഡിസീസസുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഇതൊക്കെ എന്താണെന്നാണ്
പറയുന്നത്. അതായത് എന്തൊക്കെ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ, ബിഹേവിയറൽ, സോഷ്യൽ ഇഷ്യൂസുകൾ, പബ്ലിക് ഹെൽത്തും അതുമായി മാനേജ്മെന്റുമായിട്ടുള്ള ഇഷ്യൂസുകളും, പിന്നെ അത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൂന്നാമത്തെ ബ്ലോക്ക് ഈ ഒരു സിലബസുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തിയ വിവരങ്ങളുണ്ടല്ലോ, റിസർച്ചുകൾ, അതായത് എപ്പിഡമോളജിക്കും അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തുമായിട്ട് കണ്ടെത്തിയ വിവരങ്ങളെ എങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിലും ഒരു ഡാറ്റ അനാലിസിസിലും ഒരു അഡ്വാൻസ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് മാറ്റാം എന്നാണ് മൂന്നാമത്തെ ബ്ലോക്ക്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറും അതിന് മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. ഇനി പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ള ചോദ്യ പേപ്പേഴ്സുകൾ കൊണ്ട് അത് ഏതൊക്കെ യൂണിറ്റിലാണെന്നും ഒന്ന് നമുക്ക് നോക്കാം. ഇതൊരു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഇത് നോക്കുക. ആദ്യത്തെ ചോദ്യം, ഡിഫൈൻ എപ്പിഡമോളജി ആൻഡ് ബ്രീഫ്ലി ഡിസ്കസ് വേരിയസ് ടൈപ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. അതായത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എപ്പിഡമോളജിക്കുള്ള ഒരു നിർവചനം കൊടുക്കുക, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസുകൾ, അതായത് വേരിയസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസുകൾ ഏതൊക്കെയാണ് എന്നാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ പഠിച്ചു ഒബ്സർവേഷനിലും എക്സ്പെരിമെന്റിലും അതിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസുകൾ ഏതൊക്കെയാണെന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ബ്ലോക്കിലെ, അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. ഇത് ഫസ്റ്റ് ബ്ലോക്കിലെ ചോദ്യമാണ് കേട്ടോ. ദെൻ രണ്ടാമത്തെ, ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പബ്ലിക് ഹെൽത്ത്. ഇത് ഫസ്റ്റ് ബ്ലോക്കിലെ തന്നെ ചോദ്യമാണ്. ഇതൊക്കെ നേരിട്ട് ആ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. ഏത് പബ്ലിക് ഹെൽത്തിന്റെ ഒറിജിനും വികാസവും എന്താണ്, അതായത് രണ്ടാമത്തെ യൂണിറ്റ് ആണ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ, ബ്രീഫ്ലി ഡിസ്കസ് ദി കോർ ഡിസിപ്ലിൻ ഓഫ് പബ്ലിക് ഹെൽത്ത്. ഇതും നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ്. പബ്ലിക് ഹെൽത്തുമായിട്ടുള്ള കോർ ഡിസിപ്ലിൻസ് നമ്മൾ പറഞ്ഞില്ലേ, ന്യൂട്രീഷ്യൻസ്, അതുപോലെ തന്നെ എപ്പിഡമോളജി, അങ്ങനെ പറഞ്ഞ കുറെ ഒരു 8-9 ഡിസിപ്ലിൻസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ, അതായത് സെക്കൻഡ് യൂണിറ്റിലെ ചോദ്യമാണ്. പിന്നെ ഇതിൽ റൈറ്റ് ഷോർട്ട് നോട്ട് എനി ടു ഓഫ് ദം. ഷോർട്ട് നോട്ട് എന്താണ് പാൻഡമിക് ഓർ എൻഡമിക്. പാൻഡമിക്കും എൻഡമിക്കും. പാൻഡമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൊത്തം പാനായിട്ട്, അതായത് വിശാലമായിട്ടുള്ള രോഗങ്ങൾ, അതായത് എല്ലായിടത്തും പടർന്നു പിടിക്കുന്ന ഒരു രോഗങ്ങളെയാണ് നമ്മൾ പാൻഡമിക് എന്നുള്ളതിൽ. എൻഡമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ളതാണ്, അതായത് പുറത്തേക്ക് പോകാത്ത, ഉള്ളിൽ നിലനിൽക്കുന്ന ഇതിനെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ഏതാണ് ഫസ്റ്റ് ബ്ലോക്കിലെ ചോദ്യമാണ്. പിന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അത് നമുക്കറിയാലോ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതായത് പകരാത്ത രോഗങ്ങളെ കുറിച്ച്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നമുക്കറിയാം ഡിസീസുകൾ രണ്ട് തരത്തിലുണ്ട്, കമ്മ്യൂണിക്കബിൾ ഉണ്ട്, അതുപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഉണ്ട്. അല്ലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എഴുതാനാണ് പറയുന്നത്. ഇതും നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് ബ്ലോക്കിലെ ചോദ്യമാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. അതിൽ മൂന്നാമത്തെ ഷോർട്ട് നോട്ട് ചോദിച്ചിരിക്കുന്നത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ഇതും നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിലാണ്. അതായത് ഇന്ത്യയിലെ പബ്ലിക് ഹെൽത്ത് മിഷനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ രണ്ടാമത്തെ ബ്ലോക്ക്. ചാപ്റ്റർ ചിലപ്പോ 7ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരും. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ബ്രീഫ്ലി ഡിസ്കസ് ദി എഫക്റ്റ് ഓഫ് biological, chemical, physical agent of air on the human health. ഇത് നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിലെ ചോദ്യം തന്നെയാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ ബ്ലോക്കിലെ ചോദ്യം. ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചോദ്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ട് രണ്ടാമത്തെ ബ്ലോക്കിൽ. അതായത് എയറുമായിട്ട്, അതായത് വായുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജൈവശാസ്ത്രവും അതുപോലെ തന്നെ രാസപരമോ അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള
പ്രോബ്ലംസുകൾ, ഹ്യൂമൻ ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുകൾ ഏതാ? ഇത് നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിലെ ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. 6ാമത്തെയാണ് briefly discuss the role of government of India in a preservation and promotion of public health. അതായത് ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പ്രിസർവേഷനും പ്രൊമോഷനും പബ്ലിക് ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയുള്ള പ്രിസർവേഷൻസുകളും അതുപോലെ തന്നെ പ്രൊമോഷൻസുകളും ഒക്കെയാണ് നടത്തുന്നത്. ഇതും നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിലെ ചോദ്യം തന്നെയാണ് കേട്ടോ. രണ്ടാമത്തെ ബ്ലോക്കിലെ ചോദ്യം തന്നെയാണ്. ചാപ്റ്റർ 5ആയിട്ട് തന്നെ വരും. പിന്നെ ബ്രീഫ്ലി കമന്റ് ദി റോൾ ഓഫ് പബ്ലിക് ഹെൽത്ത് സെക്ടർ ഇൻ ഇന്ത്യ. ഇത് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ആണ്. രണ്ടാമത്തെ ബ്ലോക്കിലെ 7ാമത്തെ ചാപ്റ്റർ പബ്ലിക് ഹെൽത്ത് സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പബ്ലിക് ഹെൽത്ത് സെക്ടറിനെ കുറിച്ച് വിവരിക്കാനാണ് പറയുന്നത്. പിന്നെ ഷോർട്ട് നോട്ട് ആയിട്ട് റാൻഡം സാമ്പിൾ, ഇത് ലാസ്റ്റത്തെ 3ാമത്തെ ബ്ലോക്കിലെ ചോദ്യങ്ങളാണ്. റാൻഡം സാമ്പിൾ, അത് റാൻഡം സാമ്പിൾ, മീൻസ്, പിന്നെ ANO, ഇതും 10ാമത്തെ ചാപ്റ്ററിൽ, ഇത് 9ാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ്. ഇതൊക്കെ 3ാമത്തെ ബ്ലോക്കിന് ഏറ്റവും കൂടുതൽ ഷോർട്ട് നോട്ട്സുകളൊക്കെയാണ് ചോദിക്കുക. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന്, അതായത് 1, 2, 3, 4 ചാപ്റ്ററിൽ നിന്നും, അതുപോലെ തന്നെ 5ാമത്തെ ചാപ്റ്ററിലും, അതുപോലെ തന്നെ 7ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി നമുക്ക് നോക്കാം. ഡിസ്കസ് ദി ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പബ്ലിക് ഹെൽത്ത്. ഇതും നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ചോദ്യം തന്നെയാണ്. നേരത്തെ എപ്പിഡമോളജി ആണ് അതിന്റെ ഒറിജിൻ ഡെവലപ്മെന്റ് ചോദിച്ചാൽ, ഇവിടെ എന്താണ് പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ എപ്പിഡമോളജിന്റെ ഒറിജിനും ഡെവലപ്മെന്റും പഠിക്കാം. പിന്നെ ഇത് നമ്മുടെ അക്കൗണ്ട് ഓഫ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ഓഫ് ഇന്ത്യ. ഇത് നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിലെ 7ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആരോഗ്യപരമായിട്ടുള്ള പ്രോഗ്രാംസ്, പദ്ധതികൾ എന്തെല്ലാം എന്ന് ആണ്. അത് രണ്ടാമത്തെ ബ്ലോക്കിലെ ചോദ്യമാണ് കേട്ടോ. Then briefly describe the various type of descriptive study. ഈ descriptive studies എന്തൊക്കെയാണ്? ഇത് ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ചോദ്യം തന്നെയാണ്. പിന്നെ ഷോർട്ട് ആണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? പകര രോഗങ്ങൾ എന്തെല്ലാം എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസുകൾ എന്താ? പകർച്ചവ്യാധികളായിട്ടുള്ള രോഗങ്ങളെ കുറിച്ച് എന്താണ്? പിന്നെ ഹെൽത്ത് സർവീസ് എന്ന് പറയും. ഇതൊക്കെ രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്ന് വരണ ചോദ്യങ്ങളാണ്. അതായത് നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യങ്ങൾ. ഹെൽത്ത് കെയർ സർവീസ് എന്താണ്? വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ദെൻ അടുത്തത് ഡിസ്കസ് ദി ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത്. നമ്മൾ പഠിച്ച എക്കണോമിക്കൽ എഫക്ട്സ് ഓഫ് ദി ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽസുകൾ നമ്മൾ പഠിച്ചു. ആ ഒരു അധ്യായത്തിലെ ചോദ്യമാണ് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിലെ ചോദ്യം. രണ്ടാമത്തെ ബ്ലോക്കിലെ 6ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഗ്ലോബലൈസേഷൻ ഓഫ് ഹ്യൂമൻ ഹെൽത്ത്. ആഗോളവൽക്കരണ ഭാഗമായിട്ട് മനുഷ്യന്റെ ഹെൽത്തിൽ എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ്, മനുഷ്യ ആരോഗ്യത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിലെ ചോദ്യം. ദ റോൾ ഓഫ് NGOs ഇൻ ദി ഹെൽത്ത് സെക്ടർ ഓഫ് ഇന്ത്യ. ഇതും രണ്ടാമത്തെ ബ്ലോക്കിലെ 7ാമത്തെ ചാപ്റ്ററിലെ ചോദ്യം. NGO എന്ന് കേട്ടാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഇന്ത്യയിലെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഹെൽത്ത് സെക്ടേഴ്സിലെ എന്തെല്ലാം റോൾസുകളാണ്, എന്തെല്ലാം പ്രാധാന്യങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ദെൻ 7ാമത്തെ ഡിഫൈൻ എൻവയോൺമെന്റൽ ഹെൽത്ത്. എന്താണ് എൻവയോൺമെന്റൽ ഹെൽത്തും അതുപോലെ തന്നെ ബയോളജിക്കൽ, കെമിക്കൽ, ഫിസിക്കൽ ഏജന്റ് ഓഫ് എയർ. ഈ ഒരു ചോദ്യം എയറുമായിട്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. രണ്ടാമത്തെ ബ്ലോക്കിലെ 5ാമത്തെ ചാപ്റ്ററിലെ ചോദ്യം തന്നെയാണ് കേട്ടോ. അതായത്
ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഏജന്റ് ഓഫ് എയർ ഓൺ ദി ഹ്യൂമൻ ഹെൽത്ത്. രണ്ടാമത്തെ ബ്ലോക്കിലെ ചോദ്യമാണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ തേർഡ് ഇതിലെ ചോദ്യങ്ങളാണ്. ടി ടെസ്റ്റ്, SPS, അതുപോലെ തന്നെ NOV എന്നൊക്കെ പറഞ്ഞാൽ NOVA എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ ടെസ്റ്റ് ഷോർട്ട് നോട്ട് ആക്കി എഴുതാം. ഇത് മൂന്നാമത്തെ ബ്ലോക്കിൽ, അതായത് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 10ാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും ആണ് കേട്ടോ. ഓക്കെ, ദെൻ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ പബ്ലിക് ഹെൽത്തും അതിന്റെ പബ്ലിക് ഹെൽത്ത് കെയർ സർവീസ് ഇൻ ഇന്ത്യ, ഈ ഒരു ഇന്ത്യയിലെ പബ്ലിക് ഹെൽത്ത് സർവീസ് എന്താണെന്ന് നല്ലോണം പഠിച്ചു. അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ മൊഡ്യൂളില് ഇത് നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളിലെ ചോദ്യങ്ങളാണ്. പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസ്, ഈ ഒരു ചോദ്യം ഒക്കെ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസുകളും ഇന്ത്യയിലെ, അത് രണ്ടും സെക്കൻഡ് ബ്ലോക്കിലെ നമ്മുടെ ഏഴാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് കേട്ടോ. ഏഴാമത്തെ ചാപ്റ്ററിലെ ചോദ്യം, വാട്ട് ഈസ് ദ ഹെൽത്ത് ആൻഡ് എക്സ്പ്ലെയിൻ ദി സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. അത് നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ ആണ്, രണ്ടാമത്തെ മൊഡ്യൂളിലെ തന്നെയാണ്. വാട്ട് ഷോർട്ട് നോട്ട്സ് ഓൺ ദി ഇൻഎഫക്റ്റീവ് ഡിസീസസും എൻവയോൺമെന്റൽ ഹെൽത്തും വാക്സിനേഷൻ. ഇൻഎഫക്റ്റീവ് ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗങ്ങൾ പകരുന്ന ഇൻഎഫക്റ്റീവ്സും എഫക്റ്റീവ്സും ഉണ്ട്. അതില് ഇൻഎഫക്റ്റീവ്നെസ് ഡിസീസസും എന്താണ്, എൻവയോൺമെന്റൽ ഹെൽത്ത് എന്താ, വാക്സിനേഷൻ, ഇതൊക്കെ രണ്ടാമത്തെ ബ്ലോക്കിലെ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. പിന്നെ ബ്രീഫ്ലി ഡിസ്കസ് ദി റോൾ ഓഫ് NGOs ഇൻ ദി ഹെൽത്ത് ഇൻ സെക്ടർ ഓഫ് ഇൻ ഇന്ത്യ. NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, ഇന്ത്യൻ ഗവൺമെന്റിൽ എന്തൊക്കെയാ ഗവൺമെന്റ് കൊണ്ടുവന്ന നോൺ ഓർഗനൈസേഷൻസുകൾ എന്തൊക്കെ പ്രോഗ്രാംസുകളാണ് ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ളത്, അതിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. ബ്രീഫ്ലി ഡിസ്കസ് ദി പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദി ഹെൽത്ത് മാനേജ്മെന്റ് നോക്കാം. ദെൻ എൻവയോൺമെന്റ്, ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഹെൽത്ത് ആൻഡ് ബ്രീഫ് ഡിസ്കസ് ദി ബയോളജിക്കൽ, കെമിക്കൽ, ഫിസിക്കൽ ഏജന്റ് ഇൻ എയർ ഓൺ ഹ്യൂമൻ ഹെൽത്തുമായിട്ടുള്ള ഇത് എന്താ. പിന്നെ ഹൗസിംഗ് ആൻഡ് എയർ പൊല്യൂഷൻ, ഇതൊക്കെ ഇതെല്ലാം സെക്കൻഡ് മൊഡ്യൂളിൽ സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് നമ്മൾ ചോദിച്ചത്. അനാലിസിസ് വേരിയൻസ്, ANOVA എന്ന് പറഞ്ഞാൽ എന്താണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ഈ ഒരു സിലബസിൽ വന്നിട്ടുള്ള ചോദ്യം. ഒന്നും കൂടി നമുക്ക് ആ സിലബസിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ് ചാപ്റ്റേഴ്സ്. ഈ എപ്പിഡമോളജി, ഈ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു മൊഡ്യൂള് നല്ലവണ്ണം പഠിക്കണം. കാരണം ഇതിലെ ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് ഹെൽത്ത് ഇൽനസ് എന്ന് പറഞ്ഞ ഒരു അധ്യായത്തിന് ഇഷ്ടം പോലെ, അതായത് നമ്മുടെ കെമിക്കൽ ഫിസിക്സ് അങ്ങനെ ഒരു ഭാഗം, അഞ്ചാമത്തെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ പൊല്യൂഷൻസുകളൊക്കെയാണ് എന്നും, അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രോഗ്രാംസുകൾ എന്തൊക്കെയാണെന്നും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ എപ്പിഡമോളജിക്കൽ ഡിസീസസുകൾ എന്താണെന്നൊക്കെ നല്ലവണ്ണം ചോദിച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ആ ഒരു അധ്യായങ്ങൾ നല്ലവണ്ണം നോക്കുക. ഈ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഈ ഒരു ടോപ്പിക് നല്ലവണ്ണം നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ എക്സാമിന് ഇങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൂന്നാമത്തെ ചാപ്റ്ററിലെ എൻവയോൺമെന്റൽ ഹെൽത്ത് എന്നുള്ള ടോപ്പിക്. ഈ കെമിക്കൽ, ഫിസിക്കൽ
ഏജന്റ് എ, അതിൽ എയർ ആണ് ഏറ്റവും കൂടുതൽ നമ്മളെ എക്സാമിനോട് ചോദിച്ചത്. അപ്പൊ മൂന്നാമത്തെ ചാപ്റ്റേഴ്സ് നല്ലവണ്ണം പഠിക്കാം. മൂന്നാമത്തെ ചാപ്റ്റേഴ്സ് നല്ലോണം പഠിക്കുക. ഇതിന് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതിൽ ഓർഗനൈസേഷൻസുകളാണ് പിന്നെ ഉള്ളത്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് നല്ലവണ്ണം നല്ലവണ്ണം പഠിക്കുക. അല്ലെ എപ്പിഡമോളജി ഓഫ് ഡിസീസസ് നല്ല ചോദ്യങ്ങളുണ്ട്. പാറ്റേഴ്സ് ഇതും ചോദിക്കാണ്ട്. പിന്നെ ഈ ഒരു അധ്യായം, 7ാമത്തെ അധ്യായം ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ഇതൊക്കെ ഈ ഒരു അധ്യായം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഷോർട്ട് നോട്ട് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കേട്ടോ. ഷോർട്ട് നോട്ട് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഫസ്റ്റ് ബ്ലോക്ക് ആണ്. ആ ഫസ്റ്റ് ബ്ലോക്ക് നല്ലവണ്ണം പഠിച്ചു പോയാൽ തന്നെ ഫസ്റ്റ് ബ്ലോക്കും അതുപോലെ തന്നെ 7ാമത്തെ ചാപ്റ്റർ, സെക്കൻഡ് ബ്ലോക്കിലെ 7ാമത്തെ ചാപ്റ്റർ നല്ലവണ്ണം പഠിച്ചു പോയാൽ എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഈ ഒരു അധ്യായം. എല്ലാരും ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഫസ്റ്റ് ബ്ലോക്ക്, ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് നല്ലവണ്ണം പഠിക്കാം. അതുപോലെ തന്നെ 7ാമത്തെ ചാപ്റ്റർ, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റംസ് എന്താണെന്ന് നോക്കാം. ഈ ഒരു അധ്യായമാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ള. അതായത് നമുക്കറിയാം നമ്മുടെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പ്രോഗ്രാംസുകളും പ്ലാനുകളും ഇന്ത്യൻ ഗവൺമെന്റ് എന്തൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയുള്ള ഡിസീസസുകളൊക്കെയാണ് ഉള്ളതെന്നും പഠിക്കുക. അതായത് അതിൽ ഫിസിക്കൽ, കെമിക്കൽ, അതുപോലെ തന്നെ ബയോളജിക്കൽ പ്രോബ്ലം, അതിൽ എയർ എങ്ങനെ ഹാർംഫുൾ ആയിട്ട് ഹെൽത്തിന് മാറിയിട്ടുണ്ട്, അതായത് പൊല്യൂഷൻസുകളാണ്, ആ ഒരു ഭാഗം നല്ലവണ്ണം പഠിക്കുക. പിന്നെ പബ്ലിക്കൽ ഹെൽത്ത് എന്താണ്, അതുപോലെ തന്നെ എപ്പിഡമോളജിയുടെ ഒറിജിൻ, കോഡ് ഡിസിപ്ലിൻസ്, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പഠിക്കുക. ആ ഫസ്റ്റ് ബ്ലോക്ക് ആണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്ത് വന്നിരുന്നത്. 3ാമത്തെ ചാപ്റ്ററിന് റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളും 1, 2, 1 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ 7ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയാണ് ഒരു സിലബസ്. നാളെ എല്ലാവരും എക്സാം എഴുതാം. എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റേഴ്സ് നല്ലോണം പഠിച്ചു പോയാൽ എക്സാം വളരെ എളുപ്പമായിരിക്കും. എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.